ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വെങ്ങാനല്ലൂർ പാലക്കാട് മേഖലയിലെ നിയമവിരുദ്ധ കോറികൾക്കെതിരെ ജനകീയ പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്ത ധർണ പ്രകൃതി സംരക്ഷണ സമിതി ചെയർമാൻ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. വെങ്ങാനല്ലൂർ പാലക്കാട് മേഖലയിലെ നിയമവിരുദ്ധ കോറി പ്രവർത്തനങ്ങൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഇരമ്പുന്നു. വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോറിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ഒട്ടനവധി പ്രദേശവാസികൾ അണിനിരന്നു. വയനാട്ടിലെ പുത്തുമലയിലും ചൂരൽമലയിലും ഉണ്ടായ സമാനമായ ദുരന്തങ്ങൾ തങ്ങളുടെ നാട്ടിലും ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് മെതുക്, പരക്കാട്, ഉഴുന്നുപറമ്പ്, ചോലപ്പറമ്പ് തുടങ്ങി ജനവാസ മേഖലകളിലെ നാട്ടുകാർ. 6 മാസം മുൻപ് പ്രവർത്തനം ആരംഭിച്ച കോറിയിൽ നിന്നുള്ള ലോറികൾ പ്രവേശിക്കുന്ന വെങ്ങാനല്ലൂർ പ്രധാന പാതയിലായിരുന്നു പ്രതിഷേധം. പ്രകൃതി സംരക്ഷണ സമിതി ചെയർമാൻ ഗോപി ചക്കുന്നത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ചേലക്കരയുടെ 1.5 പതിറ്റാണ്ടുകാലം ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 4ഓളം കോറികൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അതിൽ ഏകദേശം 70% നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ചെങ്കിലും മനുഷ്യത്വം, ഞാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകുന്ന കോറി ഉടമസ്ഥരായിരുന്നു അവരെല്ലാവരും. അവർ ജനങ്ങളോട് സഹകരിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കാതെ നിയമവിരുദ്ധമാണെങ്കിലും ജനദ്രോഹപരമായ നടപടിയാണെങ്കിലും ഒരു തരത്തിൽ ആ കോറികളെല്ലാം നടത്തിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ഏകദേശം ഒരു 6-7 മാസം മുൻപ് ഇട്ടിര ജോസഫ് എന്ന ഒരാളുടെ പേരിൽ, ഇട്ടിര ജോസഫിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം പരിപൂർണമായി അസുഖബാധിതനായി കിടപ്പാണ്. സ്വന്തം സമൂഹത്തോട് അദ്ദേഹം ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. അദ്ദേഹം ആ കോറി മറിച്ച് ചേലക്കരയിലെ ഏറ്റവും വലിയൊരു ബാർ മുതലാളിക്ക് തീരെഴുതി കൊടുക്കുകയും ആ ബാർ മുതലാളിയുടെ ഒപ്പം തന്നെ മറ്റ് 2-3 കോറി മുതലാളികളും ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെങ്ങാനല്ലൂർ വില്ലേജിൽ 2-ാം വാർഡിലെ താഴ്വരകളെ ഇടിച്ചു നിരത്തി അഗാധ കർത്തങ്ങളാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോരി മുതലാളിയും ബാർ മുതലാളിയും എല്ലാം ചേർന്നുകൊണ്ട് ഇത് നടത്താൻ വേണ്ടി കേരളത്തിൽ അറിയപ്പെടുന്ന തുരപ്പനാലോ എന്ന് പറയുന്നൊരു ഗുണയെയും അവൻ്റെ ശിങ്കിടിയായി വെട്ട് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സുബ്രഹ്മണ്യത്തെ നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തിലെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് യാതൊരു നിയമങ്ങളും പാലിക്കാതെ ഇവിടെ ഈ മലനിരകൾ ഇടിച്ചു നിരത്തുകയാണ്. 2ാം വാർഡ് മെമ്പർ വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു. എന്തിനാണ് ഇവിടെ വന്നു നിൽക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ബോധ്യമുണ്ട്. നിങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നമ്മുടെ പിന്നിലും മുമ്പിലും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എത്ര മനോഹരമായൊരു പ്രകൃതിയാണ് ഇവിടെ ഉള്ളത്, എത്ര മനോഹരമായൊരു ഗ്രാമമാണ് നമ്മുടെ വെങ്ങാനല്ലൂർ എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിന്റെ ഭംഗിയും പ്രകൃതി ഭംഗിയും അതിന്റെ മനോഹാരിതയും നമ്മുടെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും എല്ലാം തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കോറി ഇവിടെ വന്നിരിക്കുകയാണ്. ജനകീയ താൽപര്യം സംരക്ഷിക്കാൻ ജിയോളജി വകുപ്പും ജില്ലാ ഭരണകൂടവും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. വാർഡ് മെമ്പർമാരായ എല്ലിശ്ശേരി വിശ്വനാഥൻ, ഗീത ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി അശോകൻ, കോർഡിനേറ്റർ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ചേലക്കര പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത്. CCV ന്യൂസ്, ചേലക്കര.